വൺ ഇൻഫർമേഷൻ പദ്ധതിക്ക് ബദലായിട്ടാണല്ലോ സർക്കാർ സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണും? ഇത് ഫ്രീ മാർക്കറ്റ് അല്ലേ, കോമ്പറ്റീഷൻ ഉള്ള. പിന്നെ 25,000 കോടി മുടക്കി സർക്കാർ നടത്തുന്ന ആശയങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ ഞങ്ങൾ കഴിയും. അത് വേണ്ടാന്ന് നോക്കുന്നതിന്റെ യുക്തി ജനങ്ങളും മാധ്യമങ്ങളും മനസ്സിലാക്കുമെന്ന് വിചാരിക്കും. സംശയമില്ല. വിവരസാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ 71% തൊഴിൽ യോഗ്യതയുള്ള സംസ്ഥാനമാണ്. ഈ കോൺക്ലേവ് വിഭാവനം ചെയ്ത് സംഘടിപ്പിച്ച ഒരു IT വിദഗ്ധൻ കൂടിയായ കേരളത്തിന്റെ യുവ മുഖ്യമന്ത്രി ജോൺ വർഗീസ് വലിയ അഭിനന്ദനം അറിയിക്കുന്നു. കോൺക്ലേവിന്റെ ഉദ്ഘാടന വേദിയിൽ ഓൺലൈനുമായി മുഖാമുഖത്തിന് സമയം കണ്ടെത്തിയത് അങ്ങേക്ക് നന്ദി ചെയ്യും. അത് താങ്കളൊരു ഊരാക്കുളത്തിലാണല്ലേ ചെയ്യും. ഇതെന്റെ മാത്രം വിലയിരുത്തലല്ല, പൊതുസമൂഹവും അങ്ങനെയാണ് കരുതുന്നത്. സി താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആദരണീയനായ വർഗീസാറും അതിജീവനയും തമ്മിൽ ഉണ്ടായതായി ആരോപിക്കപ്പെടുന്ന ബന്ധത്തിന് വഴിയൊരുക്കി താങ്കളുടെ സഹോദരൻ ടോബിൻ വർഗീസ്. വർഗീസാറിന്റെ മരണശേഷം ലണ്ടനിലേക്ക് പോയ അതിജീവനയെ ആരാണ് സംരക്ഷിച്ചത്? എന്തായിരുന്നു അയാൾ അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദാനം? ആ വ്യക്തി ടോബിൻ വർഗീസ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായി. അവർക്കിടയിൽ ധാരണ തെറ്റിയതാകാം ഇന്നലെ അവർ തിരികെ തലസ്ഥാനത്ത് എത്തിച്ചു. सब कुछ जैसे आपने बोला है, फिर सब कुछ वैसा ही होता। എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്സിഡന്റ് താങ്കളുടെ സഹോദരന്റെ കണക്കൂട്ടലിലേക്ക്, പക്ഷെ പഴുതുകൾ അടയ്ക്കുവാനും ചികിത്സിക്കുവാനും താങ്കൾ ഇടപെട്ടു. അതിജീവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തിനെന്ന് ആർക്കും അറിയില്ല. MP ടോബിൻ വർഗീസ് എവിടെയെന്നും ആർക്കും അറിയില്ല. ശരിയല്ലേ? ശരിയല്ല. എന്തോ ആ ആക്സിഡന്റ് പ്ലാൻഡ്. ആക്സിഡന്റ് ഉണ്ടായി കൃത്യം 1 മിനിറ്റ് 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ താങ്കളുടെ ചാനൽ ടീം ആ ഇൻസിഡന്റ് കവർ ചെയ്യാൻ എങ്ങനെ? കൊള്ളാലോ സിയം. പ്രധാനപ്പെട്ട ഒരു സംഭവം ഞങ്ങൾ കവർ ചെയ്യുന്നത് തെറ്റാണ്. അതല്ലല്ലോ നടന്നത്. അങ്ങനെ ഒരു അപകടം നടക്കുമെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. അപകട സ്ഥലത്തിന്റെ മീറ്ററുകൾ അകലെ ഒരു ടീമിനെ താങ്കൾ തയ്യാറാക്കി നിർത്തിയിരുന്നു. പോലീസ് കോമി കവർ ചെയ്യാനെന്നായിരുന്നു താങ്കൾ അവിടെ പറഞ്ഞത്. അതെ, അത്തരമൊരു വാർത്ത പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ടീം അവിടെ എത്തിയത്. കേരളത്തെ ഞെട്ടിച്ചൊരു എക്സ്ക്ലൂസീവാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിലെന്ത് ഗൂഢാലോചന ചെയ്യാം? ഗൂഢാലോചന കിടക്കുന്നത് അന്ന് വൈകിട്ട് 6:53 താങ്കളും താങ്കളുടെ ചാനലും രവി മാധവ് തമ്മിൽ നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിലാണ്. ടോബിൻ വർഗീസാണ് എവിടെ കാത്തു കിടക്കണമെന്ന് അതിജീവിതയെ കൊണ്ട് കൃത്യമായി പറയിച്ചിട്ടുണ്ടെന്നും ബാക്കി വേണ്ടത് ചെയ്യാൻ താങ്കളോട് പറയുന്നതുമായ ഒരു കോൾ. എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്? ധൈര്യമുണ്ടെങ്കിൽ ഭയക്കാനൊന്നുമില്ലെങ്കിൽ ആർജവമല്ല. താങ്കളും രവി മാധവനും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണമാണ്. പറഞ്ഞറിയുന്നതിന് കോൾ തട്ടുന്നൊരു പ്രശ്നമില്ലാതില്ല. ഒന്നുകൂടി പറയാം, താങ്കൾ പ്രതീക്ഷ പോലൊരു മൊഴിയല്ല അതിജീവിത പോലീസ്. കോർട്ടിൽ ഹാജരാക്കാം, പക്ഷെ അത് നമ്മുടെ വിജയമാണ്. The daughter is rescued and she is safe. She is in the Indian Embassy in Kathmandu.
ഭരണകൂട ഭീകരതയാൽ കീഴ്പ്പെടുത്തി അവർക്ക് നീതി ഉറപ്പാക്കാൻ പ്രതിബദ്ധതയുണ്ടെന്നല്ല. ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ പോലീസിൽ മൊഴി കൊടുക്കും. CM താങ്കൾ തീക്കൊള്ളിക്കൊണ്ടാണ് പുറഞ്ഞൊഴിഞ്ഞത്. ഇനി USB പ്ലേ ചെയ്യും. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഇതിനുള്ള മുഴുവൻ ഓഡിയോ വിഷ്വൽസിന്റെയും ഉത്തരവാദിത്തം എനിക്കാണ്. ഇത് വ്യാജമാണെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് ഞാൻ രാജ്യം പ്രഖ്യാപിക്കും. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സ്ക്രീനിൽ ഒരുമിച്ച് കാണുന്നത് വേറെ ഫീലാണ്. അവരൊരുമിച്ച് എത്ര പടങ്ങൾ ഉദയകാലം തൊട്ടല്ലേ പറഞ്ഞു. എന്നാലൊരു 10-12 കേസ് 30-40 അതൊക്കെ ഒരുപാട് മേളിലാണ്. ഈ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നത് ഈ കഴിഞ്ഞ ദിവസം പേറ്റിന് വേണ്ടി ഒരുമിച്ച് കൂടി എക്സ്ക്ലൂസീവ് ചാറ്റ് വാച്ച് ഇറ്റ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. സ്വർണമായിട്ട് സുധീഷിന്റെ അവിടെ എത്തിയിട്ടില്ല. അവൻ ഇവിടെ വെച്ചാൽ ഇല്ലാണ്ടാക്കിയത് അവസാനം തന്നെ വേണ്ടി വരും. ഇപ്പൊ വണ്ടിയോട് സുധീഷിനെ കാണാനില്ല എന്ന് പറയുന്നു. എത്രയോ ആളുകളെ പറ്റി നമ്മൾ പത്രത്തിലേക്ക് വായിക്കല്ലേ. നിങ്ങളിപ്പോൾ ഇരകളെ സർവൈവേഴ്സ് തന്നെ വിളിക്കാറ്. ഞാനൊരു സർവൈവറല്ല, ഞാനൊരു വിക്റ്റിമാണ്. വിക്റ്റിം ഓഫ് കോർപ്പറേറ്റ് tyranny. വലിയ കോർപ്പറേറ്റ്സ് നടത്തുന്ന പല പ്രോജക്ട്സിൻ്റെ പുറകിലും എൻ്റെ പോലുള്ള വിക്ടിംസിൻ്റെ സൈലൻസ് ഉണ്ട്, കണ്ണീരുണ്ട്. രവി മാധവൻ എന്ന ആൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അയാളുടെ പല ആക്ടിവിറ്റീസിലും എന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഐ പെയ്ഡ് ആൻഡ് പ്രോമിസ്ഡ് എ ഗുഡ് ലൈഫ്. പക്ഷേ അതൊന്നും അല്ല അയാൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ കഴിയും. ഇറ്റ്സ് ഫിയർ ആൻഡ് ഫിയർ അയാൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. മുൻ CM വർഗീസ് സാറിനെതിരെ ഒരു ജനതയെ മുഴുവൻ സൈബർ അടിമകളാക്കുന്നു. വൺ നേഷൻ വൺ ഇൻഫർമേഷൻ എന്ന പദ്ധതി തള്ളിക്കളഞ്ഞുകൊണ്ട് മാത്രം രവി മാധവന്റെ കോർപ്പറേറ്റ് ഭീകരതയ്ക്ക് ഇരയായ എന്റെ അപ്പൻ രവി മാധവൻ. താങ്കളെക്കാൾ കൃത്യമായ തയ്യാറെടുപ്പോടെയാണ് ഞാനിവിടെ വന്നത്. നിങ്ങളെടുത്ത ഓരോ തീരുമാനവും എന്റേതായി. ഐ വാസ് പ്ലേയിങ്. കോർപ്പറേറ്റ് ക്രിമിനലുകൾ മാധ്യമ ഉടമകളാകുമ്പോൾ സത്യം കഥകളാകുന്നു, നറേറ്റീവുകളാകുന്നു. ബ്രേക്കിംഗ് എ സ്റ്റോറി മീൻസ് ബ്രേക്കിംഗ് ദ ട്രൂത്ത്. ഞാനൊന്ന് പറയട്ടെ സർ. ഇനി ഞാൻ പറയും, ഇവർ പറയും, നിങ്ങൾ കേൾക്കും. ആരെക്കുറിച്ചും എന്ത് വിളിച്ചു പറയാം, തെളിവുകൾ നിർമ്മിക്കാം, ആരെയും അപകീർത്തിപ്പെടുത്താം, വലിച്ചു കയറാം, ആരുടെ ജീവിതവും തകർക്കാം, ആരെയും വിധിക്കാം. പൊതുസമ്മതി പോസ്റ്റ് അത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രിവിലേജ്. സമൂഹത്തിലെ ഏറ്റവും വലിയ കരുത്തും തിരുത്തൽ ശക്തിയുമാണ് മാധ്യമം. അതാവണം മാധ്യമം. പക്ഷേ പൊതുസമൂഹത്തിന്റെ നാവാണെന്നുള്ള പ്രിവിലേജിനെ വ്യഭിചരിക്കരുത്. ഫിജിയിലുള്ള നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇയാൾ എറിഞ്ഞ $5 ലക്ഷം US വിലയുണ്ട് അറിയുന്നതാണ്. പൊള്ളുന്ന സത്യം പറയുന്ന ഒരു വരി വാർത്തയ്ക്ക്. എന്റെ അപ്പന്റെ പ്രതിഷ്ഠയ്ക്ക് 22 മിനിറ്റ് വയസ്സ്. നിങ്ങളുടെ 300 മില്യൺ ആസ്തിക്ക് 15 മിനിറ്റ്.
യു ആർ ടു ഓൾഡ് ഫാഷൻ. എനിക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നുമില്ല. ഞാൻ ഒരു വ്യക്തി പോലുമല്ല. നിനക്കൊരിക്കലും വായിക്കാൻ പറ്റാത്ത ഒരു അൽഗോരിതം. കീപ് യുവർ ഫയർ ബോൾസ് റെഡി. ഞാൻ വരാം. വാ. കോടതിയിൽ ഹാജരായി എല്ലാ സത്യങ്ങളും ഞാൻ പറയും. ഇപ്പോഴത്തെ CM-നെതിരെയുള്ള രവി മാധവന്റെ കോൺസ്പിറസി ഉൾപ്പെടെ മുൻ CM വർഗീസ് സാറിനെതിരെയുള്ള ഫോൾസ് ആലിഗേഷൻ. അദ്ദേഹം മാന്യമായി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ മരണത്തിന് അറിഞ്ഞോ അറിയാതെയും ഞാൻ പറയാൻ കഴിയും. ഞാൻ അതിന് ക്ഷമിക്കുന്നു. ഒരു ഡെമോ ഫിലിം ഷൂട്ട് ചെയ്യാൻ